ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരസ്യ പ്രബോധനം നടത്താനായി അല്ലാഹു കൽപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ 44ാമത്തെ വയസ്സിലാണ് പരസ്യ പ്രബോധനം നടത്തുന്നത്. ആ സമയത്താണ് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഉമ്മുറുമാന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും മകളായി ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജനിച്ചു വീഴുന്നത്. ആദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 44ാമത്തെ വയസ്സിലാണ് ജനിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജനിക്കുകയാണ്. ഉമ്മുറുമാന്റെ മുലപ്പാൽ കുടിച്ചു വളരുകയാണ്. മുല കുടിക്കുന്ന പ്രായം കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിനകത്ത് ഓടി നടക്കുന്ന പ്രായമാണ്, സമയമാണ്. വീട്ടിന്റെ വെളിയിലേക്കും വീട്ടിന്റെ വെളിയിലേക്കും കടന്നു വന്ന് അയൽപക്കത്തുള്ള കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുന്ന പ്രായമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് കണ്ടു പരിചയമുണ്ട്. തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിലെ അല്ലാഹുവിന്റെ ഹബീബിനെ ആയിഷ ബീവിക്ക് പരിചയമുണ്ട്. കാരണം പലപ്പോഴും തന്റെ വീട്ടിലേക്ക് കയറി വരാറുണ്ടായിരുന്നു. പ്രബോധനത്തിന്റെ പല പ്രതിസന്ധി ഘട്ടത്തിലും പിതാവുമായി കൂടി ആലോചിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ പരിചയമുള്ള മുഖമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളിപ്രായത്തിലുള്ള കുട്ടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്തേക്ക് ഓടിക്കളയും. എങ്ങനെയാണ് കുഞ്ഞുമോളായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്തിലേക്ക് ഓടിക്കളഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ വീട്ടിന്റെ അകത്തേക്ക് ഓടുന്നത് കുഞ്ഞുമോളായ ആയിഷ കാണാറുണ്ട്. പെങ്ങളെ, നമ്മൾ പഠിക്കണം എന്നത് പാഠം. നമ്മൾ ആയിഷ ബീവിയുടെ കുട്ടിക്കാലത്ത് നിന്ന് പഠിക്കേണ്ട ഒരു പാഠം അതാണ്. ഉമ്മ എന്താ ചെയ്യുന്നത് അതാ മക്കൾ ചെയ്യുക. വീട്ടിന്റെ മുമ്പിലേക്ക് കയറി ചെന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കാൻ പുരുഷ സ്ത്രീ ഭേദമന്യേ നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ നിങ്ങളുടെ മക്കളും അതാ നിങ്ങളിൽ നിന്ന് പഠിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോഴേക്ക് വീട്ടിന്റെ അകത്തളത്തിലേക്ക് ഓടിക്കളയുമായിരുന്നവത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴും വീട്ടിൽ വരും. പല കാര്യങ്ങളും പിതാവുമായി കൂടി ആലോചിക്കുന്നതും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് കയറി വരാണ് വീട്ടിലേക്ക് കയറി വരുന്നത് ആയിഷ ബീവിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മുറ്റത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കയറി വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അയൽപക്കത്തുള്ള കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് കയറി വന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുതിരയുണ്ട്. ആ കുതിരക്ക് 2 ചിറകുകളുമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടപാട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊച്ചുകുട്ടിയാ എഴുന്നേറ്റ് ഓടുകയാണ്. പുണ്യനബി പറഞ്ഞു, ആയിഷ നിൽക്കൂ, ആയിഷ നിൽക്കൂ, ആയിഷ നീ കളിക്കുകയാണോ ആയിഷ? ചെറിയ കുട്ടിയല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചിന്ത പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്താന് കുഞ്ഞുമോളോട് പറഞ്ഞ, മോളെ നിൽക്കുമോളെ, നീ കളിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ എന്തായി കുതിരക്ക് ചിറകോ കുഞ്ഞുമോളെ ആയിഷ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി ഉടനെ തന്നെ മറുപടി വരികയാണ് അല്ലാഹുവിന്റെ ഹബീബിനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കുതിരക്ക് ചിറകുണ്ടായിരുന്നില്ലയോ നബിയേ? കേട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പോലും അന്താളിച്ചു പോയി. വിജ്ഞാനത്തിന്റെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിജ്ഞാനത്തിന്റെ ആഴമാണ് അല്ലാഹുവിന്റെ ഹബീബ് മനസ്സിലാക്കിയത്. എപ്പോഴാ കൊച്ചുകുട്ടിയായിരുന്നപ്പോഴേ അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഇന്നും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പല നിയമങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന ഹദീസ് നമ്മെ പഠിപ്പിച്ചത് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. ഒരിക്കൽ കേട്ടാൽ പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറന്നു പോകാറുണ്ടായിരുന്നില്ല. ആയിഷ
ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി ഇതായിരുന്നു: അല്ലാഹുവിന്റെ ഹബീബേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കുതിരക്കും സദകില്ലയോ നബിയേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മറുപടി കേട്ട് ആശ്ചര്യഭരിതനായി പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടിക്കളയുകയാണ് വീട്ടിന്റെ അകത്തളത്തിലേക്ക്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ ചെറുപ്പത്തിലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വല്ലാത്ത പരിചയമാണ്. മാത്രല്ല, ചെറുപ്രായത്തിൽ നമ്മൾ ആരെയാണോ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് അവരാണ് ആ കുട്ടികളുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിക്കുക എന്നത് ആധുനിക മനഃശാസ്ത്ര ഗവേഷണമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിന്റെ അകത്തലങ്ങളിൽ നമ്മൾ ആരെയാണോ കുഞ്ഞുമക്കൾക്ക് പരിചയപ്പെടുത്തുന്നത് അവരായിരിക്കും ആ കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്നത്. ഒളിച്ചോടിപ്പോകുന്ന ഒരു രംഗമാണ് സിനിമയിലൂടെ കുഞ്ഞുമോൾ കണ്ടതെങ്കിൽ ആ രംഗം ആ കുട്ടിയെ വല്ലാതെ സ്വാധീനിക്കുമെന്ന് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പഠനമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 44ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചത് എന്ന് പറഞ്ഞല്ലോ. സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. 4ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഏറെ പ്രയാസകരമായ സംഭവം ഉണ്ടാകുന്നത് സഹാബികളെ മുഴുവൻ വേദനിപ്പിച്ച സംഭവമായിരുന്നു അത്. മക്കക്കാർ അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തെയും ശൈബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ തടഞ്ഞു വെക്കുകയാണ്. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം 3 കഴിയുകയാണ്. അപ്പോഴാണ് ഈ ഉപരോധം ഉണ്ടാകുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും സഹാബികൾക്കും നേരെയുള്ള ഉപരോധമാണ്. ഇന്നും ശൈബ് അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവ് കാണുമ്പോൾ ഒരിറ്റ് കണ്ണനീർ കൊടുക്കാത്തവരുണ്ടാവുകയില്ല. 3 കൊല്ലം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അല്ലാഹുവിന്റെ ഹബീബും കുടുംബവും കഴിഞ്ഞുകൂടിയത് അവിടെയാണ്. ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിലാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോഴതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പൊന്നുമക്കളെയും കൂട്ടിയിട്ട് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയോട് പറഞ്ഞു: ഖദീജ, എന്നെ ഉപരോധിച്ചിരിക്കുകയാണ് മക്കക്കാർ. ഖദീജ, അതുകൊണ്ട് നിങ്ങൾ പൊന്നുമക്കളെ കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ. ഇവിടെ ഉപരോധമാണ്, വെള്ളം കിട്ടില്ല ഖദീജ, ഭക്ഷണം കിട്ടില്ല ഖദീജ, പട്ടിണിയായിരിക്കും ഖദീജ. അങ്ങേക്ക് പട്ടിണി കിടന്ന് പരിചയമില്ലല്ലോ ഖദീജ. ഞാൻ ചെറുപ്പത്തിലെ പട്ടിണി കിടന്ന് പരിചയമുള്ള ആളാ. അതുകൊണ്ട് നിങ്ങൾ പൊന്നുമക്കളെ കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങേ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ വെള്ളമില്ലാതെ ദാഹിച്ചു വലയുമ്പോൾ ഖദീജ തന്റെ മക്കളോടൊപ്പം ദാഹം തീർക്കുകയാണോ നബിയേ? വീട്ടിന്റെ അകത്ത് നിന്ന് ദാഹം തീർത്ത് വെള്ളം കുടിക്കുകയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ അങ്ങ് വെള്ളം ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് വിശന്ന് പറയുമ്പോൾ യാ റസൂലല്ലാഹ്, ഖദീജ തന്റെ വീട്ടിന്റെ അകത്ത് പൊന്നുമക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുകൂടുകയോ നബിയേ? യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജക്ക് വെള്ളം വേണ്ട നബിയേ. അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജക്കും ഭക്ഷണം വേണ്ട. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെയാണ് ഖദീജ നിൽക്കുന്നത് നബിയേ. വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഈ മലഞ്ചെരുവിൽ പെടഞ്ഞങ്ങ് മരിക്കുകയാണ്. അങ്ങയുടെ കൂടെ ഖദീജയും പൊന്നുമക്കളും പെടഞ്ഞു മരിക്കാനാ ഇഷ്ടപ്പെടുന്നത് യാ റസൂലല്ലാഹ് എന്ന് പറയുകയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് പോകാൻ ഖദീജ ബീവി കൂട്ടാക്കിയില്ല. 3 കൊല്ലമായിരുന്നു ഉപരോധം കൊണ്ടുനിന്നിരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് 6ാമത്തെ വയസ്സാകുമ്പോഴാണ് ഉപരോധം തീരുന്നത്. 3 കൊല്ലം നീണ്ടുനിന്ന ഉപരോധമായിരുന്നു അത്. ആ ഉപരോധം കഴിഞ്ഞപ്പോഴേ
ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി തീരുകയാണ്. വല്ലാതെ ശാരീരികമായി ശോഷിച്ചു പോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ രോഗം പിടിപെടുകയാണ്. പിന്നെ ക്ഷീണമായി, ഖദീജ കിടപ്പിലായി. പിന്നെ ആ രോഗത്തിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ തന്നെ കിടപ്പിലായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വല്ലാത്ത പ്രയാസത്തിലാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് പോയിരിക്കുന്നുണ്ട്. ഖദീജ ബീവിയുടെ തലയുടെ ഭാഗത്ത് പോയിരുന്നു ഖദീജ ബീവിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഖദീജ അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് ഖദീജ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ ഖദീജ ബീവി കണ്ണുനീർ തുടക്കുന്നുണ്ട്. മുഖം തിരിച്ച് അല്ലാഹുവിന്റെ ഹബീബ് കണ്ണുനീർ തുടക്കുന്നുണ്ട്. എന്റെ ഖദീജ വേദനിക്കാതിരിക്കാനും കാണാതെ കരയുന്നുണ്ടെങ്കിലും ഖദീജ കരയുന്നുണ്ട്. ഖദീജ കാണുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബും കരയുന്നത്. രണ്ടുപേരും കരയുന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറയുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഈ ലോകത്തിൽ മരിക്കുന്നതില്ല നബിയെ, എന്നേറെ പ്രയാസപ്പെടുത്തുന്നത്. ഏതായാലും ജനിച്ചാൽ മരണമുണ്ടല്ലോ യാ റസൂലല്ലാഹ്, എന്നെ ദുഃഖിപ്പിക്കുന്നതല്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് ശത്രുക്കളുടെ മുമ്പിലാണ്. തക്കം കിട്ടിയാൽ അങ്ങയെ കൊല്ലാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾ എന്തിനേറെ അങ്ങയുടെ മൂത്ത മകൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അബൂലാസ് പോലും അമ്മോചനം തക്കം കിട്ടിയാൽ കൊല്ലാൻ കാത്തിരിക്കുന്ന കൂട്ടത്തിലാ. യാ റസൂലല്ലാഹ്, ഈ ശത്രുക്കളുടെ ശത്രുക്കൾ അങ്ങേക്ക് നേരെ കാണിക്കുന്ന പ്രയാസകരമായ സാഹചര്യത്തിൽ നബിയെ, അങ്ങേക്കൊരു ചെറിയ തണലാകാൻ കഴിഞ്ഞ ഖദീജയാണല്ലോ ഞാൻ, അങ്ങയുടെ ഭാര്യയാണല്ലോ ഞാൻ. യാ റസൂലല്ലാഹ്, ഞാനങ്ങ് വിട പറഞ്ഞാൽ ചുറ്റുഭാഗത്തുമുള്ള ശത്രുക്കൾക്കിടയിൽ ഈ പൊന്നു മക്കളുടെ ഭാരം കൂടെ എങ്ങനെ താങ്ങും നബിയേ? ഇതാലോചിച്ചാൽ ഞാൻ പ്രയാസപ്പെടുന്നതെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കരയുന്നുണ്ട്, ഖദീജ ബീവിയും കരയുന്നുണ്ട്. രണ്ടുപേരും കണ്ണുനീർ തുടക്കുകയാണ്. അപ്പോഴാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഈ രോഗത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നബിയേ. എന്തു തന്നെയായാലും ഞാൻ ഈ രോഗത്തിൽ മരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാൽ അങ്ങയുടെ ഭാര്യയായ അങ്ങയുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ദിവസം ഞാൻ സ്വയം കുളിച്ചതാണ് നബിയേ. എന്നാൽ ഖബറാകുന്ന മണിയറിലേക്ക് പോകുമ്പോൾ അങ്ങനെ കുളിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. ഖദീജ ബീവി അത് പറയുന്നുണ്ട്. പൊന്നുനബിയും കരയുന്നു, രണ്ടുപേരും കരയുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിർത്തിയില്ല, പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ വീട്ടിലെ അങ്ങയുടെ മണിയറയിലേക്ക് ഞാൻ കടന്നു വരുന്ന ദിവസം എന്നെ വസ്ത്രം ധരിപ്പിച്ചു തന്ന അങ്ങയുടെ കുടുംബത്തിലെ പെണ്ണുങ്ങള്. എന്നാൽ ഖബറാകുന്ന മണിയറിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ എനിക്ക് അങ്ങ് വസ്ത്രം ധരിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. എന്നെ കഫം കൂടെ ധരിപ്പിച്ചു തരേണ്ടത് അങ്ങാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. വീണ്ടും തുടർന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ വീട്ടിലേക്ക് അങ്ങയുടെ അറയിലേക്ക് ഞാൻ കടന്നു വരുന്ന ദിവസം അങ്ങ് കൊടുത്തയച്ച ഒട്ടകക്കട്ടിൽ കയറിയാണ് നബിയെ ഞാൻ വന്നത്. എന്നാൽ ഖബറാകുന്ന മടയിലേക്കല്ല കൊണ്ടുവരുന്ന എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന മയ്യിത്ത് കട്ടിലാകുന്ന വാഹനത്തിലേക്ക് അങ്ങനെ കയറ്റിത്തരണം യാ റസൂലല്ലാഹ്. എന്നെ മയ്യിത്ത് കട്ടിൽ കിടത്തിയിട്ട് ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ മയ്യിത്ത് കട്ടിലിന്റെ ചാരത്തായി അങ്ങ് നടക്കണം നബിയേ. എന്നെ മയ്യിത്ത് കട്ടിലൊന്ന് സ്പർശിച്ചാൽ ഞാൻ സന്തുഷ്ടയാകും യാ റസൂലല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഖദീജ, നിങ്ങൾ എന്തിനാണ് ഈ
മരണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിർത്തിയില്ല, തുടരുന്നു. യാ റസൂലല്ലാഹ്, അങ്ങനെ എന്റെ മയ്യത്ത് ഖബറിന്റെ അടുക്കൽ എത്തിയാൽ എന്റെ മയ്യത്ത് കെട്ടിൽ താഴ്ത്തി വെക്കുമല്ലോ നബിയേ. എന്റെ ജനാസയുടെ തന്നെ മയ്യത്തെടുത്ത് ഖബറാകുന്ന മടിയറിലേക്ക് എന്നെ താഴ്ത്തുന്നതിന് മുമ്പ് യാ റസൂലല്ലാഹ്, അങ്ങ് എന്റെ ഖബറിൽ ഇറങ്ങണം നബിയേ. യാ റസൂലല്ലാഹ്, എന്നെ ഖബറിലേക്ക് വെച്ചാൽ പിന്നെ ഈ ഭൂമി ലോകത്തേക്ക് ഞാൻ തിരിച്ചു വരില്ലല്ലോ യാ റസൂലല്ലാഹ്. ഫൈദാ نفخ في الصور فإذا نفخ فيه أخرى فإذا هم قيام ينظرون. സൂറന്ന കാഹളത്തിൽ രണ്ടാമത്തെ ഊത്തുവരെ ഞാൻ കിടക്കേണ്ട സ്ഥലം അവിടെയാണല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, ഖബറിലേക്ക് എന്നെ താഴ്ത്തി വെക്കുന്നതിന് മുമ്പ് അങ്ങ് ഖബറിലേക്ക് ഇറങ്ങണം ഹബീബായ നബിയേ. അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാണ് ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ ഊത്തുവരെ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വീടിന്റെ മേൽക്കൂരയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ അങ്ങ് മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കഫം ചെയ്യേണ്ടത് ഈ വസ്ത്രത്തിലാണ് ഹബീബായ നബിയേ. ഈ വസ്ത്രം ഞാൻ അതിന് വേണ്ടി ഒരുക്കി വെച്ചതാണ്, എന്റെ കഫം കൂടെയാണ് ഹബീബായ നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി തേങ്ങി കരയുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യിത്ത് കുളിപ്പിക്കുകയാണ്. കഫം ചെയ്യാനായതാ എന്റെ ഖദീജ ഒരുക്കി വെച്ചിരിക്കുന്ന കഫം കൂടെ എടുക്കുകയാണ്. എടുത്ത് കെട്ടടിച്ച് അതങ്ങ് നിവർത്തിയപ്പോഴാ ബകാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി തേങ്ങി കരഞ്ഞു പോയതപ്പോഴാണ്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എന്റെ അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി കരഞ്ഞത് മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യനായ ഖുവൈലിദിന്റെ മകളായ മക്കയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരിയായിരുന്ന ധനാഢ്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഫം കൊടുകൊണ്ട് കരഞ്ഞു പോയതാ. എത്രയോ തുണിക്കട്ടങ്ങൾ വെച്ച് തുന്നിച്ചേർത്ത് തുന്നിപ്പിടിപ്പിച്ചുണ്ടാക്കിയ കഫംപുടയായിരുന്നു ഖദീജ ബീവിയുടെ കഫംപുട. തന്റെ സ്വത്തെല്ലാം അല്ലാഹുവിന്റെ ഹബീബിനും വിശുദ്ധ ഇസ്ലാമിനും വാരികോരി കൊടുത്തതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെയാ ഖദീജ ബീവി ലോകത്തോട് വിട പറയുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് തന്റെ വീട്ടിന്റെ അകത്തളത്തിൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ മാത്രമാണ്, അല്ലാഹുവിന്റെ ഹബീബും മാത്രമാണ് വീട്ടിലുള്ളത്. ഇതിൽ മൂത്ത മോൾ സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവായ അബുല്ലാസിന്റെ കൂടെയാണ്. അബുല്ലാസ് ശത്രുപക്ഷത്താണ്. അതുകൊണ്ട് സൈനബ ബീവിയെ വീട്ടിലേക്ക് പറഞ്ഞേക്കാറില്ല. ഉമ്മ മരിച്ചാൽ പിന്നെ വീട്ടിന്റെ ഏറ്റവും വലിയ തുണയാകാറുള്ളത് വലിയ മക്കളാണല്ലോ. എന്നാൽ സൈനബ് റളിയല്ലാഹു അൻഹയെ അബുല്ലാസ് വീട്ടിലേക്ക് പറഞ്ഞേക്കാറില്ല. രണ്ടാമത്തെ മകൾ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. അബൂലഹബിന്റെ മകൻ വിവാഹം നിക്കാഹ് ചെയ്ത് തലാഖ് ചൊല്ലിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് നിക്കാഹ് ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. മക്കയിൽ അവരെ ശത്രുക്കൾ ജീവിക്കാൻ വിടാത്തത് കൊണ്ട് അവർ മാറി മാറി താമസിക്കലാണ്. മൂന്നാമത്തെ മകൾ ഉമ്മു കുൽഥൂം റളിയല്ലാഹു അൻഹ. അബൂലഹബിന്റെ മറ്റൊരു മകൻ നിക്കാഹ് ചെയ്ത് തലാഖ് ചൊല്ലിയതാണ്. വീട്ടിൽ കൂടുന്നതിന് മുമ്പ് ആ ഉമ്മു കുൽഥൂമും കുഞ്ഞുമാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും മാത്രമാണ് വീട്ടിലുള്ളത്. ഈ രണ്ട് മക്കളും അല്ലാഹുവിന്റെ ഹബീബുമാ വീട്ടിലുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ഏറെ ദുഃഖിതനാണ് അല്ലാഹുവിന്റെ ഹബീബ്. വീട്ടിൽ തന്നെ അധിക സമയം ഇരിപ്പാണ് തന്റെ പൊന്നു മക്കളോടൊപ്പം. വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നത് കുറഞ്ഞു പോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദന സ്വഹാബികളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വഹാബികൾക്കും അത് വല്ലാത്ത വേദനയാ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും.
ആലോചിക്കുമ്പോ പലതും പല കാര്യങ്ങളും അവർ പറയുമ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബ് ചില സമയത്ത് കണ്ണുനീരൊലിപ്പിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിന്റെ അകത്തളത്തിൽ തന്നെയാണ് സ്വഹാബികൾ സന്ദർശിക്കാൻ പോകാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ പുണ്യനബി ഒറ്റപ്പെട്ട് കഴിയുന്നത് സ്വഹാബികളിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കി. പലപ്പോഴും മക്കയിലെ പല വീടുകളിലും ഈ ചർച്ച നടക്കാറുണ്ട്. അങ്ങനെയാ ഒരു ദിവസം മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു സാധാരണ പോലെ തന്റെ വീട്ടിലേക്ക് രാത്രി കയറി ചെന്നത്. ഭാര്യ ഭക്ഷണം തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ച് രണ്ടുപേരും കിടക്കാൻ വേണ്ടി അറയിലേക്ക് പോയി. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ പോയി ഞാനെന്ന് റസൂലുള്ളാഹിന്റെ അവസ്ഥ കണ്ട് എനിക്ക് വല്ലാത്ത വിഷമമായി. പൊന്നു മക്കളോടൊപ്പം അല്ലാഹുവിന്റെ ഹബീബ് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് വിവാഹം കഴിപ്പിക്കണം. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയുകയാണ്, നോക്കണേ നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ആ മക്കയിലെ ഒരു വീട്ടിന്റെ അകത്ത് ചർച്ച നടക്കുന്നത്. ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഭാര്യ പറയുകയാണ്, ഞാനും ഏറെ ദിവസങ്ങളായി കാര്യം ചിന്തിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ ഒറ്റക്കെങ്ങനെ താമസിക്കാൻ അനുവദിച്ചാൽ പറ്റില്ലല്ലോ. ആ കുഞ്ഞുമക്കൾ തുണയായി ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണ്ടേ? ഇതൊക്കെ ഞാനും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, നീ റസൂലുള്ളാഹിയുമായി കുടുംബബന്ധമുള്ള ആളാണല്ലോ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് വിവാഹം കഴിക്കാൻ നീ പറയണം. പല ആളുകളും അത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ഞാനല്ല പറയാൻ നല്ലത് നിങ്ങളാ, നിങ്ങൾ തന്നെ പറയാ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ പറഞ്ഞു, നീ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരിയല്ലേ, നീ പറയലാ നല്ലത്. അന്ന് രാത്രി വരെ കടന്നുറങ്ങുകയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷം രാവിലെ എഴുന്നേറ്റു. പ്രഭാത ഭക്ഷണമെല്ലാം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കുടുംബക്കാരിയാണല്ലോ, നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ്. വീട്ടിന്റെ കത്തളത്തിലേക്ക് ഉമ്മു കുൽസൂമുണ്ട്, ഫാത്തിമ മോളുണ്ട് റളിയല്ലാഹു അൻഹ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നു അല്ലാഹുവിന്റെ ഹബീബിനോട് വിശേഷങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. അപ്പോഴാ കേൾക്കണമെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലൈംഗിക ആസക്തിയുടെ തലപ്പത്തി പ്രവാചകനെ കൊണ്ടുപോയിരിക്കാൻ ശ്രമിച്ചവർക്ക് ചരിത്രമാ മറുപടി പറയുന്നത്. സ്ത്രീലമ്പടൻ എന്ന് ആക്ഷേപിച്ചവർക്ക് ചരിത്രമാ മറുപടി പറയുന്നത്. കേവലം വാക്കുകൾ ഉദ്ധരിച്ചാൽ പോരാ, ചരിത്രത്തിൽ പിൻബലമുണ്ടോ എന്ന് അന്വേഷിക്കണം നിങ്ങൾ. ചരിത്രം പഠിപ്പിക്കുന്നതെന്ന് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ പറ്റില്ല, അങ്ങ് വിവാഹം ചെയ്യണം യാ റസൂലല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോഴാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞിട്ട് കവിളത്തുകൂടെ കണ്ണുനീരൊലിക്കുന്ന ഞാൻ കാണുന്നത്. ഞാൻ ചോദിച്ചു, അങ്ങെന്തിനാ കരയുന്നത്? അപ്പൊ പറഞ്ഞു, എന്നോട് റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് എന്റെ ഖദീജയെ ഓർക്കുമ്പോ വിവാഹം ചെയ്യാനും കഴിയുന്നില്ല, തോന്നുന്നില്ല. ഏത് ഖദീജയാണെന്നറിയുമോ? 25-ാമത്തെ വയസ്സിലാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. അന്ന് ഖദീജ ബീവിയുടെ പ്രായം 40. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഖദീജ ബീവിയുടെ 65-ാമത്തെ വയസ്സിലാ. ചിന്തിക്കണേ നിങ്ങൾ, അന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രായം എത്രയാണ്? 50. കളവിയായ തന്റെ പ്രിയപ്പെട്ട ഖദീജ ബീവി വഫാത്തായത്. എന്റെ വഫാത്തിന്റെ ഖദീജയെ ഓർക്കുമ്പോൾ എനിക്ക് വിവാഹം ചെയ്യാൻ തോന്നുന്നില്ല, കഴിയുന്നില്ല എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ നിങ്ങൾ ആരോപിച്ച ആരോപണങ്ങൾ എന്തുമാത്രം നിരർത്ഥകമാണ് എന്ന് ഈ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ റസൂലുള്ളാഹിനോട് പറയാണ്, ഹബീബായ നബിയേ,
അങ്ങ് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പറ്റില്ല യാ റസൂലല്ലാഹ്. ഈ പൊന്നു മക്കൾക്ക് വീട്ടിലാരാ നബിയെ? കൂട്ടുകാർ. ഒരു കൂട്ടുകാരിയായി ഒരാളെങ്കിലും വേണ്ടേ നബി? അതുകൊണ്ട് വിവാഹം കഴിക്കണേ. അങ്ങേക്ക് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളെയാണോ അല്ലാഹുവിന്റെ ഹബീബ് എന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ധാരാളം സ്ത്രീകൾ മക്കയിലുണ്ട്. അതല്ല, ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകളായ സ്ത്രീകളെയാണെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ടല്ലോ നബിയേ. അതല്ല കന്യകയായ സ്ത്രീകളെയാണെങ്കിൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യാ റസൂലല്ലാഹ് അങ്ങനെയുള്ള സ്ത്രീകളും മക്കയിലുണ്ടല്ലോ നബിയേ. അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അബൂബക്കറിന്റെ മകൾ ആയിഷ ഉണ്ടല്ലോ നബിയേ എന്ന് ഓർമ്മപ്പെടുത്തി. ഒരക്ഷരം പോലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല. കണ്ണുനീര് തുടക്കുന്നത് അവർ കാണുന്നത്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിവാഹം എന്ന കാര്യമേ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. ആലോചിക്കേണ്ട പ്രിയമുള്ളവരെ, ചരിത്രം പഠിക്കണേ നിങ്ങൾ. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ആ ഇടയാണ് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്വപ്നം കാണുന്നത്. എന്താ സ്വപ്നം? രാത്രിയിലാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം കേവലം സ്വപ്നമല്ലല്ലോ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ 5ാമത്തെ തമ്പമാണല്ലോ ഹജ്ജ്. ഹജ്ജിന്റെ പ്രധാന സ്മരണ എന്താ? ഒരു ഹാജി ഏറ്റവും കൂടുതൽ ദിവസം താമസിക്കുന്നത് മിനയിലാണല്ലോ എന്റെ പ്രിയമുള്ളവരെ. മിനയിൽ നിന്നൊരു ഹാജ് പഠിക്കേണ്ടതെന്താ? സ്വന്തം മകൻ അറുക്കാൻ തയ്യാറായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. സ്വന്തം മകൻ അറുക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത് ഒരു സ്വപ്ന ദർശനത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. യാ ബുനയ്യ ഇന്നി അറാ ഫി മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. അതുകൊണ്ട് പ്രവാചകന്മാരുടെ സ്വപ്നം കേവല സ്വപ്നമല്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നല്ല ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അവസാനം ഒരു സുദീർഘമായ ഭാഷണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നാളെ നമ്മൾ നേരത്തെ തുടങ്ങുകയും വിഷയം ഇൻഷാ അല്ലാഹ് എത്തിപ്പെടാൻ കഴിയാവുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് എത്തിപ്പെട്ട് സംസാരിക്കുകയും ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നം കാണുകയാണ്. എന്തായിരുന്നു ആ സ്വപ്നമെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് പട്ടിൽ പൊതിഞ്ഞൊരു സമ്മാനം റസൂലുള്ളാഹിക്ക് സമർപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിനാണ് ആ സമ്മാനം തന്റെ ഇരു കൈകൾ കൊണ്ടും താല്പര്യത്തോടെ ഏറ്റുവാങ്ങുന്നു. സ്വപ്ന തുടക്കത്തിൽ തന്നെ അല്ലാഹുവിന്റെ ഹബീബ പട്ടുവസ്ത്രം നീക്കി നോക്കുകയാണ്. നീക്കി നോക്കുമ്പോൾ ആയിഷയാണ് ഞാൻ കണ്ടത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വരികയാണ്. ആയിഷ ബിബിയെ നിക്കാഹ് ചെയ്യാൻ, വിവാഹം ചെയ്യാൻ. നേരത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞ ഭാഗം ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവരോട് പറഞ്ഞത് ആയിഷ ചെറിയ മോളല്ലേ എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ഉണ്ടാവുകയാണ്. ആയിഷ ബിയെ വിവാഹം കഴിക്കാൻ പടച്ച റബ്ബിന്റെ നിർദ്ദേശമാണ്. അല്ലാഹു ഒരു കാര്യം നിർദ്ദേശിച്ചാൽ പിന്നെ അതിൽ നിന്നൊരു ഇഞ്ച് പോലും അല്ലാഹുവിന്റെ ഹബീബ് പിന്നോട്ട് മാറി നിൽക്കില്ലല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ നിർദ്ദേശം കിട്ടിയപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ തന്നെ പറഞ്ഞേക്കുന്നത്. എന്താ കാരണം? നേരത്തെ ഇവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ആയിഷ ബീവിയെ അന്വേഷിക്കാനായി സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. ഭാര്യ ഉമ്മു റുമാനാണ് വീട്ടിലുള്ളത്.
വീട്ടിലേക്ക് കയറി ചെന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു റുമാനോട് പറഞ്ഞു, ആയിഷ മോളെ, റസൂലുള്ളാഹിക്ക് വേണ്ടി അന്വേഷിക്കാൻ വന്നതാണ് ഞാൻ. ഉമ്മു റുമാനെ കേട്ടപ്പോൾ അതിയായ സന്തോഷമായി. ഉമ്മു റുമാൻ പറഞ്ഞു, വല്ലാത്ത സന്തോഷം എനിക്ക്, പക്ഷേ ഞാനല്ല ഈ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്, സിദ്ദീഖുൽ അക്ബർ അവർ വീട്ടിന്റെ വെളിയിലാണ്, ഇതുവരെ വന്നിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തിരിച്ചു പോരുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മു റുമാൻ ഈ കാര്യം സിദ്ദീഖുൽ അക്ബറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കേട്ടപാട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്തെന്നില്ലാത്ത സന്തോഷം. മഹാനവറുകൾ പറഞ്ഞു, നേരത്തെ ഒരാൾ ആയിഷയെ അന്വേഷിച്ചവരുണ്ടായിരുന്നല്ലോ, ഞാൻ ആ കാര്യമൊന്ന് അന്വേഷിക്കട്ടെ. ആ കുടുംബത്തിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും അടുത്ത അനുയായിയാവുകയും ചെയ്ത കാരണത്താൽ സിദ്ദീഖുൽ അക്ബറിനോട് വല്ലാത്ത വെറുപ്പിലായിരുന്നവർ. അതുകൊണ്ട് ആ വിവാഹം വേണ്ടെന്ന് വെച്ചതാണവർ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത താൽപര്യമായി, സന്തോഷമായി. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ പൊന്നുമോളെ നൽകാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാ. അങ്ങനെ അതാ നിക്കാഹിന്റെ ദിവസം കാണുന്നു. നിക്കാഹ് നിശ്ചയിക്കപ്പെടാൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് വരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50ാമത്തെ വയസ്സിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ 6ാമത്തെ വയസ്സ് കഴിഞ്ഞ് 7ാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന ഘട്ടത്തില് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിന്റെ അകത്തളത്തിൽ വെച്ചതാ നിക്കാഹ് നടക്കുകയാ. ഉമ്മു റുമാൻ പൊന്നുമോളെ വിളിച്ചുകൊണ്ട് വരുന്നു. കളിക്കുകയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നിക്കാഹ് നടക്കുമ്പോൾ, നിക്കാഹ് നടക്കാനായി പുണ്യനബി വരുമ്പോൾ ആയിഷ ബീവി തന്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കുകയാ. ഉമ്മു റുമാൻ ആയിഷ ബീവിയെ വിളിക്കുന്നു, കുളിപ്പിക്കുന്നു, വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ചു കൊടുക്കുകയാണ്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ നിന്റെ നിക്കാഹ് നടക്കുകയാണ്, വീട്ടിന്റെ അകത്തെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വീട്ടിന്റെ അകത്ത് നിന്റെ നിക്കാഹ് നടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഉമ്മ തന്നെയാണ് നിക്കാഹിന്റെ കാര്യം പറയുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് കഴിഞ്ഞു തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാ. വീട്ടിൽ കൂടിയിട്ടില്ല, ആയിഷ ബീവിയെ തന്റെ കൂടെ കൊണ്ടുപോയിട്ടില്ല. എല്ലാം പഠിക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്താണ് നിക്കാഹ്? എന്താണ് വിവാഹം? വിവാഹം എന്ന് പറഞ്ഞാൽ, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ആധുനിക ലോകം കാണുന്നത് നിക്കാഹ് എന്ന് പറയുന്നത് ലൈംഗിക ലൈസൻസിന്റെ അടിത്തറയാണ് എന്നാണ് ലോകം കാണുന്നതെങ്കിൽ, ലൈംഗിക ബന്ധത്തിന്റെ ലൈസൻസായാണ് വിവാഹത്തെ ആധുനിക ലോകം കാണുന്നതെങ്കിൽ, കേവലം അതുമാത്രമാണെന്ന് കാണുന്നതെങ്കിൽ, വിശുദ്ധ ഇസ്ലാം വിവാഹം എന്ന് പറയുന്നത് ലൈംഗികതല്ല പ്രാധാന്യം കൊടുത്തത്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ സംരക്ഷണം മറ്റൊരാൾ ഏറ്റെടുക്കുകയാണ്. ഇതാ വിശുദ്ധ ഇസ്ലാം വിവാഹത്തിൽ ഒന്നാമതായി കാണുന്നത്. ഒരു സംരക്ഷണം, ഒരു പെണ്ണിന്റെ സംരക്ഷണം ഒരു പുരുഷനെ ഏൽപ്പിക്കുകയാണ്. ഒരു പെണ്ണിന്റെ സംരക്ഷണം ഒരു പുരുഷനെ ഏൽപ്പിക്കുകയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് സംരക്ഷണം ആവശ്യമുള്ള ആളാണ്. പെണ്ണിന് തുണയായ ഒരാൾ വേണം. ആരെന്തൊക്കെ പറഞ്ഞാലും പഞ്ചായത്ത് പ്രസിഡന്റായാലും പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം. പെണ്ണങ്ങനെയാണ്. പെണ്ണ് എപ്പോഴും ഒരു പുരുഷന്റെ തണൽ, ഒരു പുരുഷന്റെ നിഴൽ ആ പെണ്ണിനോടൊപ്പം ഉണ്ടാകണം. ഒരു പെണ്ണിന് സംരക്ഷണം ആവശ്യമാണ്. വിശുദ്ധ ഇസ്ലാം വിവാഹത്തോടെ പഠിപ്പിച്ചത്, വിവാഹം എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഒരു പെണ്ണിന് നൽകപ്പെടുന്ന സംരക്ഷണമാണ് എന്ന ഇസ്ലാം പഠിപ്പിച്ചത്. ആധുനിക ലോകം പഠിപ്പിച്ചതോ വിവാഹം എന്ന് പറഞ്ഞാൽ കേവലം ലൈംഗികതയാണ് അവർ കണ്ടത്. ഇവിടെയാണ് ഇസ്ലാമും ആധുനിക ചിന്തയും നമ്മൾ വേർപിരിയുന്നത്. അതുകൊണ്ടാണല്ലോ നിക്കാഹ് നടക്കുന്ന സമയത്ത് പറയാറുള്ളത് എന്താ? നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന പിതാക്കന്മാർ ഭർത്താവിനോട് പറയാറുള്ളത് എന്താ? ഉസംവിജുക അലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ.
അല്ലാഹുവിലെ ഒരു പിതാവ് പറയാറുള്ളത് എന്താ? അല്ലാഹു കൽപ്പിച്ച പ്രകാരം ഞാൻ എന്റെ പൊന്നുമോൾ എനിക്ക് നിക്കാഹ് ചെയ്തു തരാം. എന്റെ പൊന്നുമോളെ നീ നല്ല രീതിയിൽ സംരക്ഷിക്കണം. അതിന് കഴിയില്ലേ, നല്ല രീതിയിൽ നീ എനിക്ക് തിരിച്ചേൽപ്പിക്കണം. വിശുദ്ധ ഇസ്ലാം കാണുന്ന വിവാഹം സംരക്ഷണമാണ് അതിന്റെ ഒന്നാം അടിത്തറ. ഒരു പെണ്ണിന്റെ സംരക്ഷണം നൽകല. ഞാൻ ചോദിക്കട്ടെ, സംരക്ഷണമാണെങ്കിൽ അതേത് പ്രായത്തിൽ നടത്താലോ? ജനിച്ചപാടെ നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചപാട് ആ പെണ്ണിന്റെ സംരക്ഷണം ഒരു പുരുഷനെ ഏൽപ്പിക്കുക. നല്ലപോലെ നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യമാണിത്. ഈ ആക്ഷേപം വന്നപ്പോ ചില ആളുകളെങ്കിലും ചോദിച്ചു, ശരിയെന്നല്ലേ ഇതൊക്കെ പറഞ്ഞ ഇസ്ലാം എന്തേ ഈ വിവാഹത്തിനൊരു പ്രായം പറയാതിരുന്നത്? വിവാഹത്തിനൊരു സമയം പറയാതെ എല്ലാത്തിനും കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. സുബഹി 2 റക്അത്ത്, ദുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4. ഇസ്ലാം യുക്തിക്ക് യോജിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കണം എന്താണെങ്കിലും സുബഹി 4 നിസ്കരിക്കണം എന്ന് പറയാനാണ്. കാരണം എന്താ? ഉറങ്ങി എഴുന്നേറ്റ് നല്ല ഫ്രഷ്നെസ് ഉള്ള സമയം, നല്ല ഫ്രഷായ സമയം, നല്ല ഫ്രഷ്നെസ് ഉള്ളത്. അപ്പൊ 2 റക്അത്ത്. വൈകുന്നേരം ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് സമയം കിട്ടാത്ത നേരത്തെ 4 റക്അത്ത്. എല്ലാത്തിനും കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. സകാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട് 2.5% സകാത്ത് കൊടുക്കണം മുതലാളിയാരുടെ ധനത്തിന്റെ. സകാത്തിന്റെ കണക്ക് പറഞ്ഞ കണക്കെത്തിയാൽ കണക്ക് പറഞ്ഞ ഇനങ്ങൾ ഏതെല്ലാമാണ് ആ ഇനങ്ങളിലെല്ലാം അയാൾ സകാത്ത് കൊടുക്കണം. 2.5% സ്വർണത്തിനും വെള്ളിക്കും പറഞ്ഞല്ലോ, കണക്ക് പറഞ്ഞു. മക്കയിൽ ഒരാൾ ഹജ്ജിന് പോയാൽ തവാഫ് ചെയ്യണല്ലോ, തവാഫ് ചെയ്യേണ്ട കണക്ക് പറഞ്ഞപ്പോ പറഞ്ഞതെന്താ? 7 തവണ കഅബ ചുറ്റുമ്പോഴാണ് തവാഫ് പൂർത്തിയാകുന്നത്. എണ്ണം പറഞ്ഞിട്ടുണ്ട്, നേരം പറഞ്ഞിട്ടുണ്ട്, സമയം പറഞ്ഞിട്ടുണ്ട്, പ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തേ നിക്കാഹിന് പ്രായം പറയാതിരുന്നത്? നല്ല ശ്രദ്ധിക്കണേ നിങ്ങൾ. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒന്നാമതായി കാണുന്നത് ലൈംഗികതയല്ല, പിന്നെ ഒരു പെണ്ണിനെ സംരക്ഷണം ഒതുക്കല. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലും നിങ്ങളുടെ പെൺമക്കളെ ഏറ്റവും സുരക്ഷിതത്വ ബോധമുള്ള ഒരുത്തരെ നിങ്ങൾ കേൾപ്പിക്കാൻ താല്പര്യമാണോ? ഏത് പ്രായത്തിലും ഏൽപ്പിക്കാമെന്നുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു ക്യാൻസർ രോഗിയായി കിടക്കുന്ന ഒരാൾ, അയാൾക്ക് 3 പെൺമക്കളുണ്ട്. 6ഉം 8ഉം 10ഉം വയസ്സായ 3 പെൺമക്കളാണ്. ഇയാൾ ക്യാൻസർ രോഗിയാണ്. ഡോക്ടർ ഇയാളോട് പറഞ്ഞത് മാക്സിമം പോയാൽ 3 മാസമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ്. ഇങ്ങനെയുള്ള ഒരു പിതാവിന്റെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താവും? അയാൾ മരിക്കാൻ പോകുന്നു എന്നുള്ളതല്ല. പഠിച്ചോനെ, എന്റെ ഈ 3 കുഞ്ഞു പെൺമക്കളുടെ കാര്യം എന്താകുമല്ല? ഞാൻ മരിച്ചാൽ എന്റെ 3 പെൺമക്കൾ ആര് നോക്കുമല്ല? ഇതായിരിക്കും ഒരു പിതാവിന്റെ ഏറ്റവും ഹൃദയത്തിന്റെ ഏറ്റവും പ്രയാസകരമായ ചിന്ത, ഏറ്റവും വലിയ വേദന. അങ്ങനെ തന്നെ ആവും. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയമാണ്. അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ മാസം മസ്കത്തിൽ പോയ സമയം മസ്കത്തിൽ നിന്നൊരു സഹോദരനോട് പറഞ്ഞു, സദേ എന്റെ മോളുടെ കല്യാണം ശരിയായിട്ടുണ്ട്. പെരിങ്ങത്തൂരിലാണ് ആ സഹോദരൻ. നോമ്പ് കഴിഞ്ഞ വിവാഹം നടക്കും. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, പെരിങ്ങത്തൂരിലാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ അറിയുന്ന ആളാണ്. അയാൾ എന്നോട് പറയാ, ഉസ്താദേ എനിക്ക് 2 ആൺമക്കളും 1 പെണ്ണുമാണുള്ളത്. ഞാൻ ചെറുപ്പത്തിലെ എന്റെ പൊന്നുമോൾക്ക് നല്ലൊരു പുതിയാപ്പിള്ള കിട്ടണ എന്ന് ദുആ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് നല്ലൊരു പുതിയാപ്പിള്ള ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പാണക്കാട് തങ്ങളോട് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ചുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ഞാൻ ദുആ ചെയ്യിപ്പിച്ചു. അല്ലാഹു എനിക്ക് ഉത്തരം തന്നു. അയാൾ പറയുന്നിട്ട് തങ്ങളോട് ഞാൻ ദുആ ചെയ്യിപ്പിക്കാൻ പോയി. തങ്ങളോട് ഞാൻ പറഞ്ഞു, തങ്ങളെ എന്റെ പൊന്നുമോക്ക് നല്ലൊരു പുതിയ പിള്ള കിട്ടാൻ ദുആ ചെയ്യണം. അപ്പൊ തങ്ങൾ ചോദിച്ചു, കുട്ടിക്ക് എത്ര വയസ്സായി? ഞാൻ പറഞ്ഞു, തങ്ങളെ സ്കൂളിൽ പഠിക്കാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി എത്ര കൊല്ലണ്ടോ കല്യാണം ചെയ്തു കൊടുക്കാൻ, നീ എന്തിനായി ഇപ്പോഴേ ദുആ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യമെന്താ? അപ്പൊ പറഞ്ഞു, തങ്ങളെ
എന്റെ പൊന്നമോളെ എന്റെ കൈ കൊണ്ട് തന്നെ നിക്കാഹ് ചെയ്ത് മറ്റൊരാളെ ഏൽപ്പിക്കണമെന്നാണ് എന്റെ താല്പര്യം. അതെനിക്ക് ദീർഘായുസ് ഉണ്ടാകാനും നല്ലൊരു പുതിയ ആപ്പിളെ എന്റെ പൊന്നുമോൾക്ക് കിട്ടാനും നിങ്ങൾ ദുആ ചെയ്യണം. അപ്പൊ തങ്ങൾ ചോദിച്ചത്ര ഇയാളോട്, നീ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും നിന്റെ മോളെ കല്യാണമൊക്കെ കഴിയല്ലോ. ഇയാള് പറഞ്ഞു, കഴിയും തങ്ങളെ, ശരിയാണ്, ഞാനിനി മരിച്ചു എന്ന് വെക്കുക, എന്നാലും എന്റെ പൊന്നമോളുടെ കല്യാണം കഴിയും, അതിലൊന്നും സംശയമില്ല. തങ്ങൾ എന്നോട് ചോദിച്ചു, എത്ര വാപ്പാറില്ലാത്ത കുട്ടികളെ കല്യാണം കഴിയുന്നുണ്ട്? ഞാൻ പറഞ്ഞു, തങ്ങളെ ശരിയാ, ഞാനൊരു പക്ഷേ മരിച്ചാൽ എന്റെ പൊന്നമോളെ എന്റെ ഭാര്യയുടെ ആങ്ങളമാർ, എന്റെ അളിയന്മാർ, അവരുടെ അമ്മാവന്മാർ ഒരുപക്ഷെ അവളെ കല്യാണം കഴിപ്പിക്കും, അല്ലെങ്കിൽ എന്റെ ചേട്ടാനുജന്മാർ അവളെ കല്യാണം കഴിപ്പിക്കും, ശരിയാ. പക്ഷേ ഞാൻ കഴിപ്പിക്കുന്ന പോലെ ആവൂല, ഞാൻ കഴിപ്പിക്കുന്ന പോലെ ആവൂല എന്ന് ഞാൻ തങ്ങളോട് പറഞ്ഞു. ഇയാള് പറയണം, അപ്പൊ തങ്ങൾ ചോദിച്ചത്, അതെന്താ അങ്ങനെ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചില സമയത്ത് തമാശയൊക്കെ പറയാറുണ്ടല്ലോ. ചില സമയം മഹാനവറുകളുടെ അടുത്ത ആളുകളാണെങ്കിൽ തമാശ പറയുന്നതല്ല അങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞത്ര, തങ്ങളെ എന്റെ പൊന്നമോളുടെ സുരക്ഷിതത്വ ബോധത്തിൽ എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധ ഉള്ള ഒരാൾ ആകാശത്തിന് ചുവട്ടിലുണ്ടാവില്ല. അതെന്റെ ചേട്ടനായാലും അനുജനായാലും അവരുടെ ആങ്ങളമാരായാലും അവരുടെ അമ്മാവന്മാരായാലും എന്നെക്കാൾ എന്റെ എത്ര ശ്രദ്ധ ഉള്ള വേറെ ആരും ഉണ്ടാവില്ല. തങ്ങളെ, ഞാൻ എന്റെ മകൾക്കൊരു പുതിയ ആപ്പിളെ അന്വേഷിക്കുമ്പോൾ എന്റെ മോൾ ഏറ്റവും സുരക്ഷിതമാകുന്നത് എവിടെയാണ് എന്നാണ് ഞാൻ അന്വേഷിക്കുക. എന്നാൽ എന്റെ മരണശേഷം എന്റെ ജേഷ്ഠാനുജന്മാരോ അവരുടെ ആങ്ങളമാരോ അല്ലെങ്കിൽ അവരുടെ അമ്മാവന്മാരോ ആണ് അവരെ കല്യാണം ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നത് 5-10 പവനെങ്ങനെ കുറക്കാനും കഴിയുമല്ലാകും. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഒരു കുട്ടിയുടെ കാര്യത്തിൽ പിതാവിനെ പോലെ സുരക്ഷിതത്വ ബോധമുള്ള ഒരാൾ വേറെ ആരുമില്ല എന്ന് തങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ തങ്ങൾ എന്റെ പുറത്ത് കൊട്ടിയിട്ട് പറഞ്ഞു, അത് നീ പറഞ്ഞത് ശരിയാണ്, അത് നീ പറഞ്ഞത് ശരിയാണ്. 6, 8, 10 വയസ്സുള്ള 3 പെൺമക്കൾ ബാപ്പ ക്യാൻസറായി കിടക്കുന്നു, മരിക്കാൻ പോകുന്നു. വിശുദ്ധ ഇസ്ലാം പറഞ്ഞതെന്തായി? പൊന്നുമക്കളുടെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട, നിനക്ക് ഏറ്റവും സുരക്ഷിതത്വ ബോധം തോന്നുന്ന നല്ല 3 ചെറുപ്പക്കാർക്ക് ഈ കുഞ്ഞുമക്കൾ എനിക്ക് നിക്കാഹ് ചെയ്ത് എന്റെ പൊന്നുമക്കളുടെ കാര്യം ഞാൻ ഭദ്രമാക്കിയിട്ടുണ്ട് എന്ന് സമാധാനിച്ച് നിനക്ക് മരിച്ചു പോകാം, നിക്കാഹ് ചെയ്തു കൊടുക്കാം. നിക്കാഹ് ചെയ്യാമെന്നേ പറഞ്ഞുള്ളൂ, വീട്ടിൽ കൂടാൻ വിട്ടുകൊടുക്കാൻ സമയമായിട്ടില്ല. നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ വിശുദ്ധ ഇസ്ലാം, സംരക്ഷണം ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ വിശുദ്ധ ഇസ്ലാം വീട്ടിൽ കൂടേണ്ടത് എപ്പോഴാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ശാരീരികമായി പെണ്ണ് ഒരു പുരുഷന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പ്രായമാകുമ്പോൾ മാത്രമേ പെണ്ണിനെ പുരുഷന്റെ കൂടെ വിട്ടുകൊടുക്കാവൂ. ഭർത്താവായി നിക്കാഹ് ചെയ്ത പുരുഷന്റെ കൂടെ വിട്ടുകൊടുക്കാവൂ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയൂ എന്റെ പ്രിയമുള്ളവരെ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചിലർക്കെങ്കിലും തോന്നിയോ ശരിയല്ലേ, കാലിന്റെ ചുവപ്പ് മാറുന്നതിന് മുമ്പല്ലേ റസൂലുള്ള ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്തത്? ചിലർക്കെങ്കിലും തോന്നിയോ? നഊദു ബില്ലാഹ് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അങ്ങയില്ലെന്ന മോശമായൊരു സ്വഭാവം ഉണ്ടാവുകയില്ല എന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയതാണ്, പടച്ച റബ്ബ് സാക്ഷ്യപ്പെടുത്തിയതാണ്. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹുവേ നീ ബോധം നൽകണേ അല്ലാ. അതുകൊണ്ട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം ഏൽപ്പിക്കലാണ്. ശാരീരികമായൊരു പെണ്ണ് ഒരു പുരുഷനോടൊപ്പം ജീവിക്കാനുള്ള ശാരീരിക പക്വത വരുമ്പോഴേ ആ പെണ്ണിനെ ആ ഭർത്താവായി നിക്കാഹ് ചെയ്തവന്റെ കൂടെ ജീവിക്കാൻ വിട്ടുകൊടുക്കാവൂ. ഇസ്ലാം പറഞ്ഞു. ഇന്ന് ആധുനിക ലോകം പറയണതോ, നീ കല്യാണം ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ എന്ത് ചെയ്യാം? നീ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഒരു പാർട്ടിയൊക്കെ നടത്തിയിട്ട് വലിയ കല്യാണം ചെയ്യാൻ പോകുന്നുണ്ട്, 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അനൗൺസ് ചെയ്യാം, എന്നിട്ട് അവനോട് വിട്ടേക്ക്, ഒരു തോന്നിയ പോലെ പിന്നെ ജീവിച്ചോട്ടെ, ഒരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞിട്ട് നിക്കാഹ് ചെയ്താൽ മതി. പുണ്യനബി അങ്ങനല്ല പറഞ്ഞു. നീ ഒരാളെ കല്യാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ, നീ ചെയ്യേണ്ടത് നിക്കാഹ് ചെയ്തേക്ക്, വീട്ടിൽ കൂടണ്ട. എപ്പോഴാണോ നിനക്ക് വീട്ടിൽ കൂടാൻ അവൾ ശാരീരികമായി പക്വമാകുന്നത് അല്ലെങ്കിൽ നീ താല്പര്യപ്പെടുന്നത്, അപ്പൊ നീ വീട്ടിൽ കൂടിക്കോ. നമ്മൾ റസൂലുള്ളാഹിനെ വിളിച്ചെറിഞ്ഞു. പാശ്ചാത്യന്റെ രീതി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി. നഊദു ബില്ലാഹ്, അല്ലാഹു പുറത്തു തരട്ടെ.
റഹ്മുർ-റഹീമീനായ റബ്ബേ നീ പൊറുത്തു തരണേ അല്ലാഹ്. അനിസ്ലാമികമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന തീർത്തും അനിസ്ലാമിക ദീന് സമ്മതിക്കൂല. എന്താ നിക്കാഹിന് മുടക്ക്? ഒരു മുടക്കില്ലല്ലോ നിക്കാഹിന്. ആകെ നിക്കാഹിന് പറഞ്ഞത് സാമ്പത്തികമായി ഇടപെടുന്നത് മഹറല്ലേ? മഹർ എത്ര ചെറുതും കൊടുത്താ പോരെ? എന്തിനാ നമ്മൾ നിക്കാഹ് നീട്ടിവെക്കുന്നത്? എന്നിട്ട് അതിന്റെ പേരിൽ എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു? അതൊക്കെ സമൂഹത്തിന്റെ മേൽ വെച്ച് കെട്ടപ്പെടുകയും ചെയ്യുന്നു. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ മേൽ വെച്ച് കെട്ടപ്പെടുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി വീട്ടിൽ കൂടുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ 9ാമത്തെ വയസ്സിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, 9ാമത്തെ വയസ്സ് തന്നെ ചെറിയ കുട്ടി എന്നല്ലേ? അല്ല, അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 9 വയസ്സാകുമ്പോ ഒരു 18-20 വയസ്സുള്ള ഒരു പെണ്ണിന്റെ ശാരീരികമായ മേനിയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ 53ാമത്തെ വയസ്സിലാണല്ലോ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. തലഅൽ ബദറു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊത്ത് ഫീനാ ജിത ബിൽ അംറിൽ മുതാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലായനം ചെയ്യുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. തന്റെ പൊന്നുമോൾ ആയിഷ ബീവിയെയും കുടുംബത്തെയും മദീനയിലേക്ക് എത്തിക്കാനുള്ള ചുമതല മറ്റൊരാളെ ഏൽപ്പിച്ചാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ പോയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നു. ആദ്യമായി താമസിച്ചത് ഇപ്പോൾ മസ്ജിദ് ഖുബാ നിൽക്കുന്നതിന്റെ പരിസരത്തായിരുന്നു. പിന്നീട് മസ്ജിദുൻ നബവിയുള്ള സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബ് താമസം മാറുകയാണ്. മദീനയിൽ എത്തിയപ്പോൾ എല്ലാവർക്കും പനിച്ചത്രേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കും പനിക്കുകയാണ്. എല്ലാവർക്കും പനിച്ചു, കഠിനമായ പനി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പനിയെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. തലമുടി പോലും കൊടിഞ്ഞുപോയത്രേ. പനിയുടെ കാഠിന്യം കാരണം തലമുടി പോലും കൊടിഞ്ഞുപോയി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പനി മാറുകയാണ്. ശാരീരികമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുഷ്ടി പ്രാപിച്ചിരിക്കുകയാണ്. പനിയൊക്കെ കഴിഞ്ഞ് ശരീരം നല്ലപോലെ നന്നായിട്ടുണ്ട്. അപ്പോഴാ വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കൂടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതാ വീട്ടിൽ കൂടപ്പെടുന്ന ദിവസം നിശ്ചയിക്കപ്പെടുന്ന മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് പുതിയാപ്പിളയായി ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിരുത്തി. വീട്ടിന്റെ അകത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് ആദ്യമായി വീട്ടിൽ നിന്ന് നൽകപ്പെട്ടത് ലബന, പാലായിരുന്നു റസൂലുള്ളാഹിക്ക് കുടിക്കാൻ കൊടുത്തത്. പുതിയാപ്പിള വരുമ്പോ പാല് കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ പാല് കുടിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് കൊടുത്തു. ആയിഷ ബീവിയോട് കുടിക്കാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ലജ്ജകൊണ്ട് കുടിക്കാൻ കൂട്ടാക്കിയില്ല. നബി പറഞ്ഞു, ഇശ്റബി ആയിഷ, ആയിഷ മോളെ കുടിക്ക ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുടിക്കുകയാണ്. നബി പറഞ്ഞു, ആയിഷ നിന്റെ സഹോദരിമാർ നിന്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കൂ ആയിഷ. ആയിഷ ബീവി തന്റെ കൂട്ടുകാരികൾക്ക് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിലേക്ക് അതാ തിരിച്ചു പോകുന്നു. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ മാറ്റിച്ചതാ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം 50 ആണെങ്കിലും ഒരു 18-20 വയസ്സുള്ള പെണ്ണിന്റെ തടിയായിരുന്നു, ശരീരപ്രകൃതിയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരപ്രകൃതി. ഞാൻ ഓർക്കുക, ഞാനൊരു സ്ഥലത്ത് വയല് കഴിഞ്ഞ് തിരിച്ചു പോരാനൊരുങ്ങാൻ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരാനൊരുങ്ങുമ്പോ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ പ്രത്യേകം ദുആ ചെയ്യണം, എന്റെ പൊന്നുമോരുടെ കാര്യത്തിൽ ഞാൻ വല്ലാത്ത ദുഃഖത്തിലാണ്. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു, എനിക്ക് 12 വയസ്സായ മോളുണ്ട്. പക്ഷേ അവളെ കണ്ടാൽ 20 വയസ്സായ ഒരു പെണ്ണിനെ പോലെയാണ്. വല്ലാത്ത തടിയാണ് അവൾക്ക്. 20 വയസ്സുള്ളൊരു പെണ്ണിനെ പോലെയാണ്. എന്നിട്ട് ഇയാൾ പറയാണ്, ഉസ്താദേ
ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 18 വയസ്സാകണല്ലോ എന്റെ പൊന്നുമോളെ കല്യാണം ചെയ്തു കൊടുക്കണമെങ്കിൽ ഞാൻ പേടിക്കുകയാ. അവൾക്ക് 18 ആകുമ്പോൾ ഒരു 40 വയസ്സുള്ള പെണ്ണിന്റെ ശരീര പ്രകൃതിയാകുമോ അവരുടേതെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നുമോളെ രാത്രി പട്ടിണി കിടത്തുകയാണ്. പച്ചവെള്ളമല്ലാതെ ഒന്നും കുടിക്കാനും കൊടുക്കാറില്ല. ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹിയും വീട്ടിൽ കൂടുമ്പോ 18 വയസ്സുള്ള ഒരു പെണ്ണിന്റെ ശരീര പ്രകൃതിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മേനി. അങ്ങനെ അതാ വീട്ടിൽ കൂടാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹിന്റെ കുടുംബക്കാരികൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുവരാൻ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ദീർഘിപ്പിക്കുകയില്ല, അവസാനിപ്പിക്കാനൊരു മുഖയാണ്. സമയത്തിന്റെ പരിധി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല സ്വലാത്ത് ചൊല്ലണം. ദുആയോട് നമ്മുടെ സദസ്സ് എടുക്കുകയാണ്. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാകണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഏത് ആയിഷ ബീവിയാണെന്നറിയുമോ സഹോദരങ്ങളെ? ഏത് ആയിഷ ബീവിയാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ എല്ലാ സൗകര്യത്തോടും വളർന്ന ആയിഷ. അറേബ്യയിലെ ധനികനായിരുന്ന ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ തുള്ളിച്ചാടി വളർന്ന ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി വന്നു. ആ റസൂലുള്ളാഹിന്റെ വീട്ടിലുള്ള സാഹചര്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. കേൾക്കണം എന്റെ പ്രിയമുള്ളവരെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ ആയിഷ ബീവിക്ക് ഇല്ലാത്ത വേദനയാണ് ചില ആക്ഷേപകർക്കുള്ളത്. ആയിഷ ബീവിക്ക് ആ വേദനയില്ല. നല്ലോ ശ്രദ്ധിക്കണം. ആയിഷ ബീവിയുടെ കാര്യത്തിൽ പരാതിപ്പെട്ടവർക്കുള്ള പരാതി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കില്ല. ആയിഷ ബീവി പറയാ, ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നു. റസൂലുള്ളാഹിന്റെ വീടിന്റെ ചുമരുകൾ കട്ട വെച്ച ചുമരുകളായിരുന്നു. കട്ട കൊണ്ട് നിർമ്മിച്ച ചുമരുകളാണ്. ആയിഷ ബീവി പറയാൻ, മേൽക്കൂര ഈത്തപ്പനയോല കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ തൂണുകൾ ഈത്തപ്പന തിരികൊണ്ട. ഒരാളാ വീട്ടിൽ നിന്നിട്ട് കൈ ഇങ്ങനെ പൊക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിൽ തന്റെ കൈ തട്ടുമായിരുന്നു. അത്രേ ആയിഷ ബീവി പറയാ, അത്ര ചെറിയ വീടായിരുന്നു പുണ്യനബിയുടെ വീട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും പറയുന്നു, ഞാൻ ആ വീട്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോ ആ വീട്ടിലാകെ 3 പാത്രങ്ങളാ ഉള്ളത്. ഉമ്മമാരെ എല്ലോ ശ്രദ്ധിക്കണം. നമ്മൾ 3 പാത്രം. ഒരു പാത്രം ധാന്യം ഇട്ട് വെക്കാൻ, ധാന്യങ്ങൾ ഉണ്ടെങ്കിൽ ധാന്യങ്ങൾ ഇട്ട് വെക്കാൻ ഒരു പാത്രം, ഈത്തപ്പഴം സൂക്ഷിക്കാൻ ഒരു പാത്രം, മറ്റൊരു പാത്രം വെള്ളം സൂക്ഷിക്കാൻ. ഈ 3 പാത്രങ്ങളല്ലാതെ 4ാമത്തൊരു പാത്രം റസൂലുള്ളാഹിന്റെ വീട്ടിലില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. എനിക്കും റസൂലുള്ളാഹിക്കും വെള്ളം കുടിക്കാൻ ഒരു കോപ്പ, എനിക്കും അല്ലാഹുവിന്റെ ഹബീബിനും ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റ്. ആയിഷ ബീവി പറയാണ് റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിന്റെ വീട്ടിൽ പിന്നെ എനിക്കും റസൂലുള്ളാഹിക്കും കിടക്കാൻ ഒരു വിരിപ്പ്, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു തലയണ, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു പുതപ്പ്. ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചില സാധനങ്ങളല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ ഞാനൊന്നും കണ്ടില്ല. നിങ്ങൾ ആലോചിക്കണം. ഇത് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിക്കണേ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പ്രായം 50 ആണെന്ന് പറഞ്ഞല്ലോ. ആയിഷ ബീവിയുടെ പ്രായം, റസൂലുള്ളാഹിയും ആയിഷ ബീവിയും വീട്ടിൽ കൂടുമ്പോൾ റസൂലുള്ളാഹിന്റെ പ്രായം 53. ആയിഷ ബീവിയുടെ പ്രായം 50. കിളവനായ ഒരാൾ ഒരു ചെറിയ പെണ്ണിനെ വിവാഹം ചെയ്തുവെന്ന് ആക്ഷേപിച്ചവരോട് ഞാൻ പറയാം, നിങ്ങൾക്കുള്ള പരാതി ആയിഷ ബീവിക്കില്ല. എന്റെ കാര്യത്തിൽ പരാതിപ്പെടേണ്ടതാരാ? എന്റെ ഭാര്യയാണ്. എന്റെ കുടുംബ ജീവിതത്തിൽ എന്റെ ഭാര്യ സംതൃപ്തയാണോ അല്ലേ എന്ന് പറയേണ്ടത് എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയാണ് എന്നെ കുറിച്ച് പറയേണ്ടത്. നിങ്ങളെ കുറിച്ച് പറയേണ്ടത് നിങ്ങളുടെ ഭാര്യമാരാണ് അല്ലേ?
അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ താൻ അസംതൃപ്തനായിരുന്നു എന്ന് അസംതൃപ്തയായിരുന്നു എന്ന് പറയേണ്ടതാരാ? ആയിഷ ബീവിയ. എന്നാൽ നിങ്ങൾ ആയിഷ ബീവിക്ക് വേണ്ടിയല്ലേ കണ്ണുനീർ പൊഴുക്കിയത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 100% സംതൃപ്തയാ. 100% കേവലമാക്കല്ലേ അത്. ആയിഷ ബീവി തന്നെയാ പറഞ്ഞു തരുന്നത്. ആയിഷ ബീവി പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ പോലെ ഒരാളെ ലോക ചരിത്രത്തിൽ മനുഷ്യ സമൂഹത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കണേ നിങ്ങൾ. കല്യാണം ചെയ്തവന് 35 വയസ്സുണ്ട്. അവന്റെ അടുത്ത് യാതൊരു മാനുഷിക മൂല്യങ്ങളുമില്ലെങ്കിൽ ഈ പ്രായത്തിൽ എന്തർത്ഥം? എന്റെ പ്രിയമുള്ളവരെ, മാനുഷിക മൂല്യം അയാളുടെ കയ്യില്ലെങ്കിൽ പിന്നെ പ്രായം കൊണ്ടുവന്നിട്ട് കാര്യം? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയുന്നത് കേൾക്കണേ നിങ്ങൾ. ആയിഷ ബീവി പറയാ, അല്ലാഹുവിന്റെ ഹബീബ് എത്ര വലിയ മനുഷ്യനാണ് ആയിഷ ബീവി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പുണ്യനബി എത്ര വലിയ മനുഷ്യനാ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്വഹാബികൾ ആദരിക്കുന്നത് കണ്ട് ആയിഷ ബീവി അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആയിഷ ബീവിയുടെ വീട് മദീന പള്ളിയുടെ ചാരത്ത് തന്നെയാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ പള്ളിയിൽ സ്വഹാബികൾ ഇരിക്കുന്നത് ചിലപ്പോൾ കാണാറുണ്ട്. അവരുടെ തലയിൽ പക്ഷികൾ ഇരിക്കുന്ന പോലെ നിശ്ചലനായിട്ടാണ് അവർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കാറുള്ളത്. റസൂലുള്ളാഹിനോട് വല്ലാത്ത ബഹുമാനമാണ്, ആദരവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ വെളിയിൽ എത്ര വലിയ ഗാംഭീര്യത്തോടെയാ റസൂലുള്ളാഹി പെരുമാറാറുള്ളത്. എന്നാൽ എന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് പുണ്യനബി കയറി വന്നാൽ റസൂലുള്ളാഹി എന്റെ പ്രായത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ആയിഷ പറയാ. എന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി കയറി വന്നാൽ എന്റെ പ്രായത്തിലേക്ക് റസൂലുള്ളാഹി അങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? 9 വയസ്സായപ്പോൾ റസൂലുള്ളാഹി എനിക്ക് 9 വയസ്സായപ്പോൾ പുണ്യനബി എന്നോട് പെരുമാറിയത് 9 വയസ്സുള്ള ഒരാളെ പോലെ. എനിക്ക് 14 പുണ്യനബി എന്നോട് പെരുമാറുന്നത് 14 വയസ്സുള്ള ഒരാളെ പോലെ. എനിക്ക് 18 പുണ്യനബി എന്നോട് പെരുമാറുന്നത് എനിക്ക് 18 പോലെ തന്നെ. ആയിഷ ബീവി ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ആലോചിക്കേണ്ട പ്രിയമുള്ള സഹോദരങ്ങളെ. ആയിഷ ബീവിക്ക് ഹബീബിനെ കുറിച്ച് പരാതിയില്ല. ആയിഷ ബീവി പറയാണ്, എന്റെ പ്രായത്തിലേക്ക് റസൂലുള്ളാഹി അങ്ങോട്ട് ഇറങ്ങി വരും. എത്ര വലിയ മനുഷ്യനാ അല്ലാഹുവിന്റെ ഹബീബ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്താൻ, ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബും എന്റെ വീട്ടിലുണ്ട്. വീടിന്റെ വെളിയിൽ നിന്നെന്തോ ശബ്ദ കോലാഹലം കേട്ടോ. മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് നിന്നാണ് ആ ശബ്ദ കോലാഹലം കേൾക്കുന്നത് എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായി. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹാ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശബ്ദം കേട്ടപ്പോൾ തന്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു. മസ്ജിദുൻ നബവിയുടെ മുറ്റത്തേക്ക് നോക്കി. മുറ്റത്തേക്ക് നോക്കുമ്പോൾ അറബികളുടെ കുഞ്ഞുമക്കൾ കളിക്കുകയാ. കൊച്ചുകുട്ടികൾ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് വെച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. എന്ത് കളിയാ? ക്രിക്കറ്റ് കളിയല്ല എന്റെ സഹോദര. ക്രിക്കറ്റ് കളിയില്ല. സ്കൂളൊക്കെ ലീവ് ഉണ്ടാവാൻ കണ്ടില്ല നിങ്ങളെ കുട്ടികൾ വടിയും സ്റ്റമ്പും കുന്നും കോലും ഒക്കെ പോയി എടുത്തു പോകും. ഈ ക്രിക്കറ്റ് കളിയിൽ എന്താണല്ലോ എനിക്ക് മനസ്സിലായിട്ടില്ല. ആരോഗ്യം പോലും കൊണ്ട് നേടാൻ കഴിയില്ല. കാരണം 8, 10, 12 മനുഷ്യന്മാർ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. എപ്പോഴെങ്കിലും ഒരു ബോൾ വരും, അപ്പൊ ഒന്ന് എടുത്തെറിഞ്ഞു കൊടുക്കും. ഇനി ബാറ്റ് ചെയ്യുന്നവന് ഓടി ആരോഗ്യം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അവന് 6 അടിച്ചതെങ്കിൽ പിന്നെ അവനെ ഓടണ്ട, അവിടെ തന്നെ നിന്നാ മതി. 6 ആരോഗ്യം. ഈ കുട്ടികൾ എന്താ കളിക്കുന്നത്? ക്രിക്കറ്റ് അല്ല. അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നു, അവർ അമ്പെയ്ത് പരിശീലിക്കുകയാണ്. അമ്പെയ്ത്ത് യുദ്ധത്തിന് അനിവാര്യമാണല്ലോ. വേട്ട മൃഗത്തെ പിടിക്കാനും അമ്പെയ്ത്ത് വേണല്ലോ. അമ്പെയ്ത്തിൽ പരിശീലനം നേടാൻ അവർ നീന്തം പഠിക്കൽ സുന്നത്താണ്. നീന്തം പഠിക്കൽ സുന്നത്താണ് അല്ലേ? ആണോ? പുഴയില്ലാത്ത നാട്ടുകാരോട് പറഞ്ഞാൽ തിരിയില്ല. നീന്തം പഠിക്കൽ സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടൊരാള് പിന്നെ ഇങ്ങനെ തോണിഞ്ഞ് അക്കരയ്ക്ക് പോവാം. പാലൊക്കെ വരുന്നതിന് മുമ്പാണ്.
ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി, അന്ന് ആ കുട്ടി മാത്രമേ ഉള്ളൂ തോണിയിൽ. പിന്നെ മറ്റോ ഈ തോണിക്കാരന് ഇവന് നേരം വൈകുന്നതുകൊണ്ട് ഇവനെ മാത്രം അങ്ങനെ കൂട്ടിയിട്ട് പോവാണ്. പുഴയുടെ പകുതി ഭാഗത്തെത്തിയപ്പോൾ ഈ കുട്ടി ചോദിച്ചു, തോണി തുഴയുന്ന ആളോട്, അല്ല കാക്ക നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുന്നു? ഇയാൾക്ക് ഇംഗ്ലീഷ്? ഇയാളൊന്നും ഇല്ല മോനെ. അപ്പൊ പറഞ്ഞു, എന്നാ കാക്കാന്റെ ജീവിതം ഒരു 1/4% നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നിങ്ങളെ ജീവിതം 1/4 ഭാഗം പോയി. പിന്നെ ചോദിച്ചു, നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടോ? ബയോളജി ഇയാൾ കേട്ടിട്ടുണ്ടല്ലേ? ഇയാൾ പറഞ്ഞു, എന്ത് ബയോളജി? അപ്പൊ പറഞ്ഞു, നിങ്ങളെ 1/2 ജീവിതം പോയി. ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, മോൻ നീന്തം പഠിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല. എന്നാ എന്റെ മുഴുവൻ ജീവിതം പോയി. അയാൾ തിരിച്ചു പറഞ്ഞു, നീന്തം പഠിക്കൽ സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നത് ഇവർ അമ്പ ഇതിങ്ങനെ കളിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആയിഷ കളി കാണണോ ആയിഷ? ചിന്തിക്കണം, ആരാ? തല്ലദീ ലൗലാക മാ ഖുലിക ഇംറുഉൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ആയിഷ നിനക്ക് കളി കാണണോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതേ നബി എനിക്ക് കാണണം യാ റസൂലല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹി എന്റെ വീടിന്റെ വാതിലിൽ നിന്ന് തന്നോ എന്നെ അങ്ങോട്ട് കാണാതിരിക്കാൻ. ഞാൻ റസൂലുള്ളാഹിന്റെ തോളിൽ എന്റെ താടിയിൽ വെച്ച് ഞാൻ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കുഞ്ഞുമക്കൾ കളിക്കുന്ന കളിയാ. കുറെ നേരം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, മതിയോ ആയിഷ? ഞാൻ പറഞ്ഞു, പോരെ നബിയേ. പിന്നെയും റസൂലുള്ളാഹി നിന്ന് തന്നോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, കുറെ സമയം കഴിഞ്ഞപ്പോ പിന്നെ എന്നോട് ചോദിച്ചു, മതിയോ ആയിഷ? ആയിഷ ബീവി പറയാ, എനിക്ക് മനസ്സിലായി റസൂലുള്ളാഹി ക്ഷീണിച്ചു പോയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നബിയേ മതി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് മാറി തന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്ക് പരാതിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പരാതിയില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ 100% ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംതൃപ്തയാണ്. ആയിഷ ബീവി സംതൃപ്തയാണ്. ചരിത്രം അത് വിളിച്ചു പറഞ്ഞു തരുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കാത്തത്. ഒരിക്കൽ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ, ഏത് ഭാര്യമാരാണെന്ന അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാലും മൈമൂന ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രം പഠിപ്പിക്കുകയാണ്. മൈമൂന ബീവി വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പായസമുണ്ടാക്കി. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പാകം ചെയ്ത് ഭക്ഷണമുണ്ടാക്കി. എന്തിന്? റസൂലുള്ളാഹിന്റെ മറ്റു ഭാര്യയെ സൽക്കരിക്കാൻ. സാധാരണ 2 പെണ്ണിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പാന്നാ പറഞ്ഞിട്ട്, അങ്ങോട്ടും ഭയങ്കര വെറുപ്പുണ്ടാവും. കേരളത്തിലെ പ്രമുഖനായ ഒരാൾ, ഞാൻ ആ ആളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും ആളാരാണ്. അയാൾ 2 വിവാഹം ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് വന്നതാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള വേറൊരു പ്രമുഖനായ ആൾ അയാളെ കണ്ടു. എന്തിനാ ഈ പ്രമുഖൻ എന്ന് പറഞ്ഞു വെച്ചാൽ, ഈ വാട്സപ്പ് മഹാഹലാക്കാണ്. ഈ വാട്സപ്പ്, ഫേസ്ബുക്കൊക്കെ ഭയങ്കര നാശം ഉണ്ടാക്കും ചില സമയത്ത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ആ പ്രമുഖനായ ആൾ ഈ പ്രമുഖനായ ആളെ കണ്ടപ്പോൾ പറഞ്ഞു, 2 കല്യാണം ചെയ്താൽ നല്ല ഉഷാറാണല്ലേ, 2 രസാണല്ലേ. അപ്പൊ ഇയാള് പറഞ്ഞു, ചെയ്തു പോകരുതേ, ഞാൻ ജീവിതത്തിൽ എനിക്ക് വന്നുപോയ ഒരു അബദ്ധമാണ് എന്ന് ഇയാൾ പറഞ്ഞു. തെറ്റെന്നല്ല ഇയാൾ പറഞ്ഞു. അതിന്റെ ശേഷം എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾ ചെയ്തതിനു ശേഷം പിന്നെ അങ്ങനെയൊക്കെ പറയാനല്ലേ എന്ന് വെച്ചാൽ, അല്ലല്ല. ഈ പ്രമുഖൻ ആ പ്രമുഖനോട് പറയണം, എങ്ങനെ സംതൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും സംതൃപ്തിയാവൂല. 2500 രൂപയുടെ ഒരു ചുരിദാർ 2 ഒരേ കളർ ഒരേ പൈസക്ക് വാങ്ങിച്ചു കൊടുത്താല് 2 ഇങ്ങനെ പരസ്പരം കൈമാറുമ്പോ ഇവക്ക് കിട്ടണല്ല നോക്കണത്, അങ്ങോട്ട് കൊടുക്കണതാ. കൊടുത്തൊക്കെ കഴിഞ്ഞാൽ പറയും, ആ ഒരു 100 രൂപ കൂടുതൽ അതിനായിരിക്കൂലേ എന്ന് പറയും. ഇവള് ശ്രദ്ധിക്കണം, എന്താ ആ ചുരിദാറിൽ ഇതിനേക്കാളും ഒരു പുള്ളി അധികം ഉണ്ടല്ലോ, ഒരു ചിത്രം അധികമുണ്ടല്ലോ. അതാണ് പെണ്ണിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യ വീട്ടിലേക്ക് വന്നപ്പോൾ പായസം ഉണ്ടാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അവരെ സൽക്കരിക്കാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ആയിഷ ബീവി അടുത്തു കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കഴിക്കൂല. പെണ്ണുങ്ങളെ ഏറാന്ന് കേട്ടിട്ടില്ല ഞങ്ങള്?
പെണ്ണുങ്ങളെ ഈ പെണ്ണുങ്ങളല്ല കേട്ടോ, ഇവിടെയുള്ള അമ്മമാരൊക്കെ നല്ലതാണ്. പെണ്ണിന്റെ സ്വഭാവത്തിൽ ആണിന്റെ സ്വഭാവം വ്യത്യാസമല്ലേ ഉണ്ട്, പ്രകൃതം വ്യത്യാസമല്ലേ ഉണ്ട്. ശരിക്കും നമ്മൾ പറയേണ്ടതെന്നറിയോ, ആണും പെണ്ണും ഒന്നാണ്. സ്ത്രീലിംഗ സമത്വത്തെ വാദിക്കുന്ന ആളുകളുടെ വാദത്തിന്റെ നിരർത്ഥകമായ ഭാഗം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇവർ പറഞ്ഞു ഞാൻ കഴിക്കില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കഴിക്കണം. അവർ പറഞ്ഞു ഞാൻ കഴിക്കൂല, കഴിക്കണം. വാശിയായി. അള്ളാന്റെ ഹബീബ് അടുത്തിരിക്കുന്നുണ്ട്. ആയിഷ ബീവി പറയാൻ, ഞാൻ ചെറിയ കുട്ടിയല്ലേ, പുണ്യന് പിന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തിരക്കിക്കുന്ന റസൂലുള്ള അടുത്തുനിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. പുണ്യനബി ചിരിക്കുന്നുണ്ട്. ഷാവി പറയാ, ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ഖളവനായ മുഹമ്മദിന്റെ കുട്ടിയായ ഭാര്യയായി ചെറിയ പെൺകുട്ടിയായ മുഹമ്മദിന്റെ ഭാര്യ ആയിഷ എന്ന് ആക്ഷേപിച്ചവരെ, നിങ്ങൾക്ക് ആ ജീവിതത്തിലുള്ള പരാതി ആയിഷ ബീവിക്കില്ല. 100% ആ ജീവിതത്തിൽ ഞാൻ സംതൃപ്തയായിരുന്നുവെന്ന് ചരിത്രത്തോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി പറയാൻ, ഞാനും ആ ഭാര്യയും തമ്മിൽ തർക്കമായി. ഞാൻ പറഞ്ഞു ഇത് കഴിക്കണം, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അവർ പറഞ്ഞു ഞാൻ കഴിക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇത് നിങ്ങളുടെ വായിൽ വാരിത്തേക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞാൻ കഴിക്കൂല. ആയിഷ ബീവി പറയാൻ, അല്ലാഹുവിന്റെ ഹബീബ് അടുത്തുണ്ട്. ഞാൻ ആ ഭക്ഷണത്തിന്റെ പാത്രത്തിൽ കൈയിട്ടു. ഭക്ഷണമെടുത്ത് ഞാൻ അവരുടെ ഭാര്യയുടെ, എന്റെ വീട്ടിൽ വന്ന റസൂലുള്ളാഹിന്റെ ഭാര്യയായ അതിഥിയുടെ വായിൽ ഞാൻ ആ ഭക്ഷണം വാരിത്തേച്ചു. ഉടനെ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, തന്റെ കയ്യിലുള്ള പാത്രത്തിൽ കൈയിട്ട് ആ കൈയിട്ട് ഭക്ഷണം വാരിയെടുത്ത് എന്റെ വായിലും വാരി തേച്ചു. അല്ലാഹുവിന്റെ ഹബീബ് അത് കാണുന്നുണ്ട്. റസൂലുള്ളാഹി ഒന്നും പറയുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള തർക്കം കണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചിരിക്കുന്നുണ്ട്. ആയിഷ ബീവി പറയാണ്, പെട്ടെന്നാണ് വീടിന്റെ വെളിയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേൾക്കുന്നത്. യാ അബ്ദുല്ലാഹ്, യാ അബ്ദുല്ലാഹ്, ഓ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നത് കേട്ടു. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങളോട് ഖുമാ, വേഗം എഴുന്നേറ്റ് പോയിക്കോളൂ. ഫലാ അഹ്സബു ഇല്ലാ ഉമർ ദാഖില, ഉമർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാ എനിക്ക് തോന്നുന്നത്. ഉമർ വന്നാൽ നിങ്ങൾ രണ്ടുപേർക്കും ബാക്കി കിട്ടും, വേഗം എഴുന്നേറ്റ് പോയിക്കോളൂ എന്ന് പറഞ്ഞു. മുഖം കഴുകി വൃത്തിയാക്കിയേക്കെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് എന്ന് ആയിഷ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. നമ്മുടെ സമയത്തിന്റെ പരിധി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ പറയുന്നത് 100% ആ കുടുംബ ജീവിതത്തിൽ സംതൃപ്തയാണ് ആയിഷ ബീവി. പിന്നെ ഇവർക്കാണോ പരാതി? പരാതി ഉണ്ടായാൽ പരാതി വേണ്ടതാർക്കാണ്? ആയിഷ ബീവിക്കല്ലേ റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീവിയെ കുറിച്ചും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും പറഞ്ഞ സദസ്സായതുകൊണ്ട് അല്ലാഹു ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി സംതൃപ്തയായിരുന്നു എന്നതിന്റെ ചരിത്രം പറഞ്ഞു തരുന്ന തെളിവുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷമാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ചരിത്രമാരംഗം കണ്ണുനീരോടെയാണ് എഴുതുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആയിഷ ബീവി സംതൃപ്തയായിരുന്നു എന്നതിന് ഏറ്റവും വലിയ ചരിത്ര സത്യം നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മദീന മുനവ്വറയിൽ ഇന്നുമുണ്ട് ആ വീട്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉർവ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സൽക്കരിച്ചു തന്റെ വീട്ടിലേക്ക്. ആയിഷ ബീവി ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ വന്നു. അമ്മായി റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഒറ്റയ്ക്കിരിക്കുകയാണല്ലോ. ആ ഏകാന്തതയിൽ ഒരു സമാധാനമാകാനാണ് ഈ സൽക്കാരം. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി. ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഭക്ഷണമെല്ലാം കൊണ്ടുപോയി വെച്ചു. അമ്മായിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഉർവ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴതാ ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടി കരയുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തേങ്ങി കരയുകയാണ്. വീട്ടുകാർ അത്ഭുതപ്പെട്ടു പോയി. ഉർവ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമ്മായി നിങ്ങൾ എന്തിനാ കരയുന്നത്?
ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എന്തിനാ കരയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ അപ്പൊ പറഞ്ഞത് ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ 10 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഉർവയോട് പറയാണ്, പ്രിയപ്പെട്ട അമ്മായി ആയിഷ ബീവി പറയാ, ഉർവ പറയാണ്, എന്നോട് പറയാണ്, മോനെ റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ 10 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ആ 10 കൊല്ലത്തിനിടക്ക് എന്റെ ഹബീബ് ഇങ്ങനൊരു ഭക്ഷണം കഴിക്കുന്നത് ഞാനും കണ്ടിട്ടില്ല. ഇങ്ങനൊരു ഭക്ഷണം എന്റെ റസൂലുള്ളാഹി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ ആയിഷ ബീവി തേങ്ങി തേങ്ങി കരയുകയാണ്. തന്റെ ഭർത്താവിൽ ആയിഷ ബീവി സംതൃപ്തയില്ലായിരുന്നെങ്കിൽ വഫാത്തായ പുണ്യ നബിയുടെ വഫാത്തിൽ വിയോഗത്തിൽ സന്തോഷിക്കുകയല്ലേ ആയിഷ ചെയ്യേണ്ടത്? ആയിഷ പൊട്ടിക്കരഞ്ഞ ആ കണ്ണുനീർത്തുള്ളികൾ വീണ വീട് എന്നും മദീനയിലുണ്ട് എന്റെ പ്രിയമുള്ളവരെ. അതിന്റെ കുറ്റിച്ചുമരുകൾ പറഞ്ഞു ചുരുമാ ചരിത്രം. ആയിഷയുടെ ഖൽബിലുണ്ടായിരുന്ന വേദനയുടെ കാഠിന്യം എത്രയായിരുന്നുവെന്ന് റഹ്മത്തുർ റഹീമീനായ അല്ലാഹുവേ, നിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ ഞങ്ങളിലേക്ക് നിയോഗിച്ചത് നിന്റെ ദീൻ പഠിപ്പിച്ചു തരാനാ. നീ നിയമമാക്കിയതൊക്കെ നിയമമായി അംഗീകരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്.